യോ എടാ ഈ പൊറോട്ട എന്താണെന്നറിയോ? എടാ ഇത് പശയാടാ പശ. എടാ ഈ പോസ്റ്ററിനൊക്കെ ഒട്ടിക്കുന്ന പശയില്ലേ പശ, ഇതൊക്കെ വയറ്റിൽ പോയി കഴിഞ്ഞാ പഴുത്ത് പുഴുത്ത്. ശരിയാണ്, പൊറോട്ടയിൽ ഫൈബറോ അങ്ങനത്തെ ഒരു ന്യൂട്രീഷൻ വാല്യൂ ഇല്ല. പക്ഷെ ഇവർ പറയുന്നത് പോലെ പൊറോട്ട പശയാണ്, അത് ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുമെന്നുള്ള പറയുന്നതൊക്കെ വെറുതെയാണ്. ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ്. അപ്പോൾ അത് കഴിക്കരുതെന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന സ്ട്രെസ് ഇതിനേക്കാളും ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതിനേക്കാൾ നല്ലത് പൊറോട്ട എങ്ങനെ കഴിക്കണമെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഹായ്, ഞാൻ ഡോക്ടർ ജമീൽ സേഠ്, ഡോക്ടർ സേഠ് ഹോമിയോപ്പതി. ഞാൻ പൊറോട്ട കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ദിവസവും 3 നേരം പൊറോട്ട കഴിക്കാനല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ആഴ്ചയിലോ ഒരിക്കലോ അല്ലെങ്കിൽ ഒരു ഒക്കേഷനായിട്ട് നിങ്ങൾ പൊറോട്ട കഴിച്ചതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കത്തില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി നമുക്ക് എങ്ങനെ ഹെൽത്തിയറായിട്ട് കഴിക്കാൻ പറ്റുമെന്ന് ആലോചിക്കാം. പറ്റുമെങ്കിൽ മൈദ മാറ്റിയിട്ട് നമ്മുടെ ഗോതമ്പിന് പൊറോട്ട ആക്കിയാൽ നല്ലതാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ പൊറോട്ടയിൽ ഫൈബർ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പൊറോട്ട കഴിക്കുമ്പോൾ ഒരു സാലഡ് കൂടെ കഴിക്കാൻ ശ്രമിക്കുക. നല്ല ഇലകളും കുക്കുംബറും തക്കാളിയൊക്കെ ഉള്ളൊരു സാലഡ് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഫൈബർ കണ്ടൻറ്റ് കൂടി. പിന്നെ നമുക്കൊരു ന്യൂട്രീഷൻ വാല്യൂക്ക് വേണമെങ്കിൽ നമുക്കൊരു ഏറ്റവും ഇഷ്ടം എന്താണ് പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ? ബീഫാണല്ലേ. അപ്പോൾ പൊറോട്ടയുടെ കൂടെ ബീഫ് കഴിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 100 ഗ്രാം ബീഫ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു 20 ഗ്രാമിന് മുകളിൽ പ്രോട്ടീൻ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ട് പ്രോട്ടീനുണ്ട്, ഫൈബറുണ്ട്, ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പൊറോട്ടനെ കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ മനസ്സിലാക്കി കഴിച്ച് എപ്പോഴെങ്കിലും പൊറോട്ട കഴിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നമുക്കറിയാം വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ വൈറ്റ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ. അപ്പം അത്രത്തോളം ഹാംഫുൾ എഫക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു ന്യൂട്രീഷൻ വാല്യൂ ഇല്ലാത്ത സാധനം മാത്രമാണിത്. അപ്പം കേരളത്തിൻ്റെ ഏറ്റവും നമുക്ക് വികാരമായ പൊറോട്ട ഒഴിവാക്കണ്ട, അതിൻ്റെ സ്ട്രെസ് നമ്മൾ സഹിക്കേണ്ട, പക്ഷെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെയുള്ള ഹെൽപ്ഫുൾ ടിപ്സ് ആവശ്യമുണ്ടെങ്കിൽ ഡു ഫോളോ us.